Hello everyone, this is TradeX ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് വീക്കിൽ USD/JPY എടുത്ത ട്രേഡിനെ കുറിച്ചാണ്. സോ നമ്മൾ ലാസ്റ്റ് വീക്ക് രണ്ട് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു USD/JPY. രണ്ടും TP ഹിറ്റ് ചെയ്ത ട്രേഡ്സ് ആയിരുന്നു. സോ ഇതൊന്ന് ലണ്ടനിലായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, മറ്റേത് ന്യൂയോർക്കിൽ. ഓക്കെ, സോ അതെങ്ങനെ എടുത്തെന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ലണ്ടൻ ഒന്ന് വരച്ചിടാം. 2 o'clock നമ്മൾ ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ 3 o'clock നമ്മൾ ലണ്ടൻ കിൽ സോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. 5 ലണ്ടൻ ക്ലോസ്, 5 to 7 ലണ്ടൻ ലഞ്ച് ബ്രേക്ക് വരുന്നു. 8:30 നമ്മൾ ന്യൂയോർക്ക് കിൽ സോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ ലണ്ടൻ ഓപ്പൺ ചെയ്തതിന് ശേഷം 2 o'clock കഴിഞ്ഞ് ഏകദേശം 2:30 ആ ഒരു ടൈം ആയപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ഈക്വൽ ഹൈസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈക്വൽ ലോസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈക്വൽ ലോസ് എന്ന് വെച്ചാൽ അത് ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഏരിയത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത ശേഷം നമുക്ക് ലിക്വിഡിറ്റി കളക്ട് ചെയ്താൽ മാർക്കറ്റ് ഒരു റിവേഴ്സൽ കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു റിവേഴ്സലായിരുന്നു നമ്മളിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഈക്വൽ ലോസ് ഇവിടെ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്കറ്റ് തന്നു. മുകളിലേക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതിന് ശേഷം നമ്മൾ ഈ വരുന്ന ഒരു FEGയിലാണ് നമ്മളെ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിലേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഈ ഒരു FEGയിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. ഈ ഒരു FEGയിൽ എൻട്രി പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചു. മുകളിലേക്ക് നമ്മളെ ടാർഗറ്റ് വെക്കാറുള്ളത് 1:3 ആണ്. ഇത് കറക്റ്റ് 1:3 ഹിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ട്രേഡ് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ എൻ്റെ എല്ലാ ട്രേഡ്സും RRR മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത് 1:3 എന്ന റേഷ്യോയിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത് ന്യൂയോർക്കിൽ എടുത്ത ട്രേഡ് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ലണ്ടൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആയിരുന്നു നമ്മൾ ലണ്ടൻ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലണ്ടൻ ഹൈസൊക്കെ ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയയാണ്. ഓക്കെ, അപ്പം നമ്മൾ വേറെ കാര്യങ്ങൾ നോക്കാണ്ട് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട് ബ്ലൈൻഡായിട്ട് ലണ്ടൻ ലോസ് എടുത്തതെന്ന് വെച്ചിട്ട് നമുക്ക് എന്നും റിവേഴ്സിൽ കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടും. അതിൽ നമ്മൾ വേറെയും കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. സോ ഇവിടെ നമ്മൾ ലണ്ടൻ ലോസ് ഇവിടെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലോവർ ടൈമിൽ ഇവിടെ 1 minute ഇവിടെ ലോവർ ടൈമിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ട് ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷമുള്ള FEGയിലായിരുന്നു എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതും നമുക്ക് 1:3 മുകളിൽ ഹിറ്റ് ചെയ്ത ട്രേഡാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നതെല്ലാം 1:3 ഞാൻ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാറുള്ളത്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ട്രേഡ്സ് ആയിരുന്നു. ഇത് രണ്ടും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള ട്രേഡ്സ് ആയിരുന്നു. സോ ഇതാണ് നമ്മളെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. നമ്മൾ പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാറുണ്ട്, ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചാർട്ട്സ് ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമുക്ക് ഫസ്റ്റ് നമ്മളെടുത്ത ലണ്ടനത്തെ ട്രേഡ്, TP അടിച്ച ട്രേഡ്. ഇതിൻ്റെ ബിഫോർ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രൂപ്പിൽ കുറച്ച് മുന്നേ തന്നെ ഷെയർ ചെയ്തു. ഇത് കുറച്ച് മെമ്പേഴ്സൊക്കെ പിക്ക് ചെയ്ത ട്രേഡാണ്. ഇതായിരുന്നു നമ്മൾ ന്യൂയോർക്കിലെടുത്ത ട്രേഡ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് പ്രോഫിറ്റബിൾ ആയ ട്രേഡാണ്. 1:3 ഹിറ്റ് ചെയ്ത ട്രേഡാണ് രണ്ടും. അതൊരു ഗുഡ് വീക്കായിരുന്നു. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയ വീക്കായിരുന്നു, നൈസ് വീക്കായിരുന്നു. സോ ഇതുപോലത്തെ നൈസ് എൻട്രീസൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. സോ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊരു ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മന്തായിട്ട്. സോ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലിമിറ്റഡ് സ്റ്റുഡൻസിനെ എടുത്തിട്ടുള്ളൂ. സോ അതുപോലത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് താല്പര്യമുള്ളവരൊക്കെ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.
ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. ദിസ് ഈസ് ട്രേഡെക്സ് സൈനിങ് ഓഫ്.